നമസ്കാരം. മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. സർ, നീണ്ട ചർച്ചകളായിരുന്നു പുതിൻ നടത്തിയത്. സെലൻസ്കി നടത്തിയത് 75% വിജയം ഉറപ്പ് എന്ന് നിരൂപിച്ചെടുത്താണ് മൊത്തത്തിൽ പാളിയിരിക്കുന്നത്. ഇന്ന് വീണ്ടും മലക്കം മറിഞ്ഞിരിക്കുകയാണ്. പുതിൻ ഒരു കാലത്തും വഴങ്ങില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നടപടിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഇത് സൗഹൃദം എന്ന് പറഞ്ഞെടുത്ത് വീണ്ടും ശത്രുതയിലേക്കാണോ? ഇന്നൊരു മാധ്യമ അഭിമുഖത്തിലാണ് ട്രംപ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. പുതിൻ അനുസരിക്കാൻ ശീലമുള്ളയാളല്ല എന്നാണ് ട്രംപ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ കരാറിന് പുതിൻ അനുവദിക്കുമോ എന്ന് തനിക്ക് സംശയമുണ്ട് എന്നാദ്യമായി ഇന്നിപ്പോൾ ഈ ചർച്ചകൾ തുടങ്ങി വെച്ചതിന് ശേഷം ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് ചില ദിശാസൂചന നമുക്ക് നൽകുന്നു. ഒന്ന്, അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് നടന്ന ആ ചർച്ചയിൽ പുതിൻ ശാഠ്യം പിടിച്ചു, കടുംപിടുത്തം നടത്തി എന്നതിൻ്റെ സൂചനയാണ് ഒരു വശത്ത്. രണ്ട്, ഇന്നലെ 40 മിനിറ്റോളം സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിൽ, സെലൻസ്കി മാത്രമല്ല യൂറോപ്യൻ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു, അവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടയിൽ 40 മിനിറ്റിലധികം പുതിനുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തിയെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ ഒരു പക്ഷേ കടുംപിടുത്തം പിടിച്ച് നിൽക്കുന്ന പുതിനെയാവും പെട്ടത്. ഇനി മറ്റെന്തെങ്കിലും ഒരു രഹസ്യ വിവരം ഇതിനകം പുതിൻ അമേരിക്കയ്ക്ക് ട്രംപിന് കൈമാറിയോ? ഈ സംശയങ്ങളാണ് പൊതുവെ പാശ്ചാത്യ മാധ്യമങ്ങൾ ഉയർത്തുന്നത്. പുതിൻ ഒന്നുകിൽ മലക്കം മറിഞ്ഞു, അല്ലെങ്കിൽ ട്രംപ് മലക്കം മറിയുന്നു. നേരത്തെ മുതൽ ട്രംപിന് ഒരു പക്ഷേ പുതിൻ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കില്ല എന്നറിയാം. അതല്ല, പുതിൻ്റെ ശാഠ്യങ്ങൾക്ക് മുൻപിൽ ട്രംപ് അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചു. അതിനെ തുടർന്ന് അങ്ങനെയെങ്കിൽ ഒരു കരാറിലേക്ക് ഞാൻ വരാമെന്ന് പുതിൻ പറഞ്ഞതാണോ? യൂറോപ്യൻ നേതാക്കൾ ഇപ്പോൾ റഷ്യയുടെ കൈവശമുള്ള യുക്രൈൻ പ്രദേശം പൂർണ്ണമായി വിട്ടുകൊടുക്കുന്നതിൽ യാതൊരുവിധ അനുകൂല മനോഭാവവും ഇക്കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിൽ പ്രകടിപ്പിച്ചില്ല. അവർ കടുംപിടുത്തം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. യുക്രൈൻ്റെ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചെടുത്തുവെന്ന് അവരെ അവകാശപ്പെടുന്ന 1/5 ഭാഗമാണ്. പക്ഷേ അവിടെ ഇപ്പോഴും പല മേഖലകളിലും റഷ്യൻ സൈന്യത്തിൻ്റെ സാന്നിധ്യമില്ല. യുദ്ധം ഏറെക്കുറെ ആ മേഖലകളിലേക്ക് പ്രവേശിച്ചു. പിന്നീട് സൈനികർ സുരക്ഷിതമായി പിൻവാങ്ങി. ആ മേഖലകൾ ഇപ്പോൾ യുദ്ധരഹിതമായി നിൽക്കുന്നു. റഷ്യൻ നിയന്ത്രണത്തിലാണ് എന്ന് അവർ പറയുന്നു. പക്ഷേ കടന്നു വന്ന സൈനികരെ തങ്ങൾ തിരികെ ഓടിച്ചു എന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത്. ഇപ്പോഴും പൂർണ്ണ റഷ്യൻ നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങൾ ഒട്ടനവധിയുണ്ട്. അതിൻ്റെ ഭൂപടം കൃത്യമായി ട്രംപിന് മുന്നിൽ സെലൻസ്കി കഴിഞ്ഞ ദിവസം ഹാജരാക്കിയിരുന്നു. ഒരു കാര്യം വ്യക്തമാണ്, പുതിനുമായുള്ള ഒരു കരാർ അതത്ര എളുപ്പമല്ല. അത് ട്രംപിനിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലേക്ക് പോകാൻ താൻ ഒരു സമാധാന കരാർ ഉണ്ടാക്കുന്നുവെന്നാണ് ഇന്ന് ട്രംപ് പറഞ്ഞത്. തനിക്ക് സ്വർഗത്തിലൊരു സീറ്റ് ഉറപ്പിക്കണമെന്ന്. അപ്പോൾ ഭൂമിയിൽ നല്ല കാര്യങ്ങൾ ചെയ്തതിന് ശേഷം സ്വർഗത്തിലേക്ക് പുറപ്പെട്ടാൻ ആഗ്രഹിക്കുന്ന ട്രംപ് ഇപ്പോൾ അതിനെ മറ്റ് ചില തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ വാദമുഖങ്ങളെ സമാധാനത്തിൻ്റെ വലിയ അപ്പസ്തോലനായി ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെടാൻ ഒരുങ്ങുന്ന ട്രംപിനെ അക്കാര്യത്തിൽ പോലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നിഷേധിക്കുന്നുണ്ട്. ട്രംപിൻ്റെ ഇരട്ടത്താപ്പ് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒട്ടും സേഫല്ല ട്രംപിൻ്റെ ഒരു ഇരിപ്പ് വശം ഇപ്പോൾ. ഏതായാലും ഇനിയിപ്പോൾ സെലൻസ്കി എന്തായിരിക്കും ട്രംപുമായിട്ട് സംസാരിച്ചത്, അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു ധാരണ എത്തിയതെന്ന് നമ്മൾ പുറത്തോട്ടൊന്നും വരുന്നില്ല, വാർത്തകളിലൊന്നും പുറത്ത് വരുന്നില്ല. പക്ഷേ പുതിൻ ഈ തരത്തിൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു റഷ്യ യുക്രൈൻ ബന്ധം വഷളായിക്കൊണ്ട് തന്നെ ഇരിക്കും. അതൊരു സമാധാനത്തിലേക്ക് പോകില്ല. 3.5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാണ്. പക്ഷേ ഇനി അടുത്തത് ട്രംപിൻ്റെ അടുത്ത പടി എന്തായിരിക്കും? അല്ല, അറ്റകൈ പ്രയോഗം ഇപ്പോൾ ട്രംപ് നടത്തിക്കഴിഞ്ഞു. ഇതുവരെ അമേരിക്കൻ വ്യോമസേനയുടെ നേരിട്ടുള്ള സഹായം വാഗ്ദാനം ചെയ്തിരുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസം സെലൻസ്കിക്ക് അമേരിക്കൻ വ്യോമസേനയുടെ നേരിട്ടുള്ള സഹായം ട്രംപ് വാഗ്ദാനം ചെയ്തു. അത് ഇന്റലിജൻസ് തലത്തിൽ മാത്രമാണോ, അതോ യുക്രൈന് വേണ്ട വ്യോമ പ്രതിരോധമാണോ, അതോ സൈനികരെ നേരിട്ട് അയച്ചുള്ള ഒരു യുദ്ധസഹായമാണ്? ഇക്കാര്യത്തിലാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. അതായത് യുക്രൈന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെ നൽകിയാൽ അത് പിന്നീടും വലിയ ഒരു വഷളായിക്കൊണ്ടിരിക്കുകയല്ലേ? അല്ല, നേരിട്ട് സൈനികരെ നൽകുന്ന ഒരു യുദ്ധ നീക്കത്തിലേക്ക് ഇതുവരെ യൂറോപ്യൻ രാജ്യങ്ങൾ കടന്നിട്ടില്ല. അമേരിക്ക വ്യോമ പ്രതിരോധ മേഖലയിൽ ഡയറക്റ്റ് സാന്നിധ്യമുണ്ടായാൽ, അവരുടെ അമേരിക്കൻ സേനയുടെ നേരിട്ടുള്ള സാന്നിധ്യം അവിടെ ഉണ്ടായാൽ യൂറോപ്യൻ നേതാക്കളും നിർബന്ധിതരാകും അവരുടെ സൈന്യത്തെ അയക്കാൻ. അത് ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യാൻ ഒരു പക്ഷേ ഇടയാകും, ഒരു ലോകയുദ്ധത്തിലേക്ക്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ട്രംപ് ഈ പറഞ്ഞോണം ഒരു മെച്യൂർഡ് അല്ലാത്ത രീതിയിലാണ് സംസാരവും ശരീരഭാഷയൊക്കെ. കാരണം എടുത്തടിച്ചാണ്. സെലൻസ്കിയുമായിട്ടുള്ള ലാസ്റ്റ് വാക്പോരുകളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് പുതിനുമായി സംസാരിച്ചതും സെലൻസ്കിയുമായിട്ടൊക്കെ സംസാരിച്ചത്. വളരെ മെച്യൂർഡായിട്ട് വളരെ സമാധാനത്തോടു കൂടിയാണ് ട്രംപ് സംസാരിച്ചത്. ഒരു പക്ഷേ ട്രംപിൻ്റെ ആദ്യമായിട്ടായിരിക്കും ട്രംപ്
ട്രംപ് ഇത്രത്തോളം ശാന്തതയോടെ അല്ലെങ്കിൽ സ്വയം ഈ പറഞ്ഞോളം സമാധാനത്തിലേക്ക് കിടക്കുന്നത്? ഇത്തരത്തിലുള്ള ഒരു വിരളിയും വെപ്രാളമൊക്കെ കളഞ്ഞ് സമാധാനത്തിൽ നിൽക്കുന്നത്. പക്ഷേ ഇത് ട്രംപിൻ്റെ അവസാനം അങ്ങേ അറ്റത്തെ ക്ഷമയായിരിക്കാം. പക്ഷേ ഈ ഒരു ക്ഷമ നശിച്ചാൽ, ക്ഷമയുടെ അവസാനം കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ പുതിൻ അതിൻ്റെ തക്കതായിട്ടുള്ള പരിണതഫലം അനുഭവിക്കില്ലേ? പരിണിതഫലം എന്നതിനെക്കുറിച്ചല്ല, മറ്റു ചില ഇതൊരു തന്ത്രപരമായ സമ്മർദ്ദമൊരുക്കലാണ്. ഒരു വശത്ത് യൂറോപ്യൻ നേതാക്കൾ, ഇന്ന് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞത് ഈ രാക്ഷസനെ നമ്മൾ എങ്ങനെ നേരിടുമെന്നതിലാണ് നമ്മുടെ വിജയമെന്നാണ്. പുതിനെ ഒരിക്കലും മനസ്സാക്ഷിക്ക് നിരക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തിയല്ല പുതിൻ. ഇയാളൊരു രാക്ഷസൻ എന്നാണ് ഇമ്മാനുവൽ മാക്രോൺ വിശേഷിപ്പിച്ചിരിക്കുന്നത്. യുദ്ധ നീക്കങ്ങളിൽ പലപ്പോഴും അതിശക്തമായ സമ്മർദ്ദങ്ങൾ ഒരുക്കുമ്പോൾ സമാധാനത്തിൻ്റെ ഒരു പാത വേണം, മറുവശത്ത് സമ്മർദ്ദങ്ങളുടെ പാത വേണം. അപ്പോൾ ട്രംപിനെ ആ തലത്തിൽ നോക്കുമ്പോൾ ട്രംപിൻ്റെ ആ നീക്കങ്ങൾ വളരെ അനുകൂല മനോഭാവത്തോട് കാണുകയാണ് ഇപ്പോൾ യൂറോപ്യൻ നേതാക്കൾ. ട്രംപ് പറയുന്ന ഇപ്പോഴത്തെ വാക്കുകൾ, പുതിൻ വെടിനിർത്തലിനോട് സഹകരിച്ചില്ല എങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും. ഇതിൽ യുക്രൈൻ മാത്രമല്ല നേരിട്ട് യുദ്ധരംഗത്ത് ഇനി ഉണ്ടാകുന്ന, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുദ്ധരംഗത്തുണ്ടാകും. ഇപ്പോൾ ഒരു പുതിയ വ്യവസ്ഥയാണ് പുതിന് മുന്നിൽ അമേരിക്ക വയ്ക്കുന്നത്. കാരണം ഏപ്രിൽ മാസത്തിൽ അമേരിക്ക യുക്രൈനുമായി ഉണ്ടാക്കിയൊരു സുരക്ഷാ ധാരണയുണ്ട്. യുക്രൈനിൽ നിന്നുള്ള ധാതുക്കൾ, പ്രകൃതി ധാതുക്കൾ അമേരിക്കയ്ക്ക് കൈമാറും. അതിനു വേണ്ട കമ്പനികൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ അനുവദിച്ചിട്ടുണ്ട്. പകരമായി യുക്രൈൻ്റെ സുരക്ഷ അമേരിക്ക മുൻകൈയെടുത്ത് ഏറ്റെടുക്കുമെന്ന ഒരു വ്യവസ്ഥയാണ് ആ കരാറിലുള്ളത്. ഈ കരാർ നടപ്പിലാക്കാൻ തങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പുതിനെ ഒരു പക്ഷേ അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ബോധ്യപ്പെടുത്താൻ ട്രംപിന് കഴിഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് ഒരു സമാധാന കരാർ പുതിൻ്റെ നിലനിൽപ്പിനും ആവശ്യമാണ്. ആ സമാധാന കരാറിലേക്ക് വന്നില്ലെങ്കിൽ സൈനിക നടപടികളിൽ നേരിട്ടുള്ള സഹായം ഞങ്ങൾ നൽകും. വ്യോമ പ്രതിരോധ സംവിധാനം യുക്രൈന് ഞങ്ങൾ നേരിട്ട് നൽകും. സെലൻസ്കിയെ ചേർത്ത് പിടിക്കുന്ന ട്രംപിനെ നമ്മൾ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് കണ്ടത്. യൂറോപ്യൻ നേതാക്കൾ വളരെ അവരുടെ ശരീരഭാഷ വളരെ വ്യക്തമായിരുന്നു. യൂറോപ്യൻ നേതാക്കളുടെ വളരെ സെലൻസ്കിയെ ചേർത്ത് പിടിക്കുമ്പോൾ ട്രംപിനോട് വിധേയത്വമല്ല, മറിച്ച് ട്രംപിനോട് അവർ ഒരു ബഹുമാനം പ്രകടിപ്പിക്കുന്നു, ട്രംപിനെ അംഗീകരിക്കുന്നു. നമ്മൾ കണ്ടതാണ് ജർമ്മൻ ചാൻസലറുടെ ഒക്കെ വാക്കുകൾ. ഫെഡറിക് വളരെ വ്യക്തമായ ഭാഷയിൽ അദ്ദേഹം മെഴ്സ് പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അദ്ദേഹത്തിന് മാത്രമേ ഇത്തരമൊരു പ്രതിസന്ധി തീർക്കാൻ ആർജവമുള്ളൂ എന്ന് ജർമ്മനി വ്യക്തമാക്കി. സമാനമായ ഒരു സംസാര ശൈലിയാണ് മാക്രോണിൻ്റെ ഭാഗത്തു നിന്നും വന്നത്. വളരെ ട്രംപിനെ പരസ്യമായി അനുകൂലിച്ചുകൊണ്ട് ബ്രിട്ടീഷ് കെയർ സ്റ്റാമർ എന്നല്ല ഒരു പ്രസ്താവന നടത്തിയായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അതിൽ ട്രംപിനെ വളരെ പുകഴ്ത്തുന്നൊരു പ്രസ്താവനയാണ്. അപ്പോൾ ട്രംപ് യൂറോപ്യൻ നേതാക്കളുടെ ഒരു അറ്റൻഷൻ്റെ കേന്ദ്രബിന്ദുവായി ഇപ്പോൾ നിൽക്കുന്നു, യുക്രൈൻ്റെ പ്രതീക്ഷയായി നിൽക്കുന്നു. മറുവശത്ത് സമാധാനത്തിൻ്റെ ഒരു അപ്പസ്തോലനായിട്ട് സ്വയം അവതരിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതു വിധേനയും എന്തെങ്കിലും ഒരു കരാറിൽ ഇപ്പോൾ ഈ സന്നിഗ്ധ ഘട്ടത്തെ കൊണ്ട് എത്തിക്കേണ്ടത് ട്രംപിൻ്റെ ഒരു ആവശ്യമാണ്. അതിനുവേണ്ടി ട്രംപ് തന്ത്രങ്ങൾ ഒരുക്കുന്നു, സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റുന്നു. വേണ്ടി വന്നാൽ പുതിനെതിരെ നടപടികളെടുക്കുമെന്ന് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ പുതിൻ എന്ന ഒരു വളരെ കരുത്തനായ ഒരു ഏകാധിപതിയാണ് മറുവശത്ത് ഇവർ നേരിടുന്നത്. വളരെ സമ്മർദ്ദത്തിലൂടെ, വളരെ തന്ത്രപരമായി, നയതന്ത്ര ഇടപെടലുകളിലൂടെ ഒക്കെ അനേക നീക്കങ്ങൾ നടത്തിയിട്ടും പുതിനെ അവർക്ക് വെട്ടിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നമുക്ക് കുറ്റം പറയാനുമാകില്ല. ഇപ്പോഴത്തെ നമ്മൾ കണ്ടതാണ് ഇസ്രായേലിലെ നെതന്യാഹുവിനെതിരെ എന്തോരം ആക്ഷേപങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം ഹമാസ് തരിപ്പണമായി, ഏകദേശം തരിപ്പണമായി എന്ന് പറഞ്ഞാലും, ഗാസ ഇല്ലാണ്ടായി എന്ന് പറഞ്ഞാലും, പക്ഷേ ഇസ്രായേലിന് എപ്പോഴും ഒരു ആശങ്കയുണ്ട്. ഏത് നിമിഷം തങ്ങളെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ഏത് നിമിഷം തങ്ങൾക്ക് ഒരു ശത്രുവായി തന്നെ എപ്പോഴും ഉണ്ടാകുമെന്നുള്ളൊരു അവരുടെ ആശങ്കയാണ്. എത്ര തരിപ്പണമാക്കിയാലും, എത്ര കൊന്നാലും വീണ്ടും അത് ഉയർത്തെഴുന്നേൽക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിനെ നാമാവിശേഷമാക്കുമോ എന്നൊരാശങ്ക നമ്മളും ഇപ്പം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഇസ്രായേൽ ഹമാസിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് യുക്രൈൻ റഷ്യ. പക്ഷേ ഇത്തരത്തിലുള്ള ചില ആശങ്കകളൊക്കെ പുതിനുമുണ്ട്. കാരണം സ്വന്തം രാജ്യം, സ്വന്തം ജനത എന്നുള്ളൊരു ആശങ്കയുണ്ട്. അപ്പോൾ യുക്രൈൻ എത്ര മാറ്റി നിർത്തിയാലും അതിനൊരു കൃത്യമായിട്ടുള്ളൊരു സമാധാനം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു കരാർ, ഉടമ്പടി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ പുതിന് അതിനൊരു തൃപ്തി വരാൻ സാധ്യതയില്ല. അതിലേക്കായിരിക്കുമോ ട്രംപിനെ നയിക്കുന്നത്? ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകം കേട്ടത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ശബ്ദമാണ്, അമേരിക്കയുടെ ശബ്ദമാണ്, ട്രംപിൻ്റെ ശബ്ദമാണ്. പുതിൻ്റെ ശബ്ദം നമ്മൾ കേട്ടതേയില്ല. മോസ്കോയുടെ പ്രതികരണങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. മോസ്കോ തികഞ്ഞ നിശബ്ദതയിലാണ്. നിശബ്ദത തന്നെയാണ് മോസ്കോയുടെ ശക്തി. പുതിൻ്റെ ട്രംപ് കാർഡ്, ട്രംപിനെ നേരിടാൻ അദ്ദേഹം പലപ്പോഴും പുറത്തെടുക്കുന്നത് ഇതേ ട്രംപ് കാർഡ് തന്നെയാണ്.
ട്രംപ് എത്ര പയറ്റി നോക്കിയിട്ടും പുതിൻ പ്രകോപിതനാകുന്നില്ല. പുതിന് ഈ കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ പ്രകോപിതനായി മാറിയിരുന്നെങ്കിൽ അത് ട്രംപിന് അനുകൂലമായേനെ, പ്രകോപിപ്പിക്കാൻ കഴിഞ്ഞാൽ. പക്ഷേ പുതിൻ പ്രകോപിതനായില്ല എന്ന് മാത്രമല്ല, അവിടെ അലാസ്ക ചർച്ചകളിൽ വിജയിച്ച് മടങ്ങുന്ന പുതിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ലോകത്തിൻ്റെ രാജാവായി പുതിൻ മടങ്ങി എന്നൊക്കെ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന തലത്തിൽ കൊണ്ടു ചെന്നെത്തി. പക്ഷേ സെലൻസ്കിയെയും യൂറോപ്യൻ നേതാക്കളെയും വൈറ്റ് ഹൗസിലെത്തിച്ച് ട്രംപ് 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി. അങ്ങനെ ഏറ്റവും ഇപ്പോൾ നമ്മൾ BBC അല്ലെങ്കിൽ CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിരീക്ഷിക്കുമ്പോൾ ആർക്കും ഒരു കൃത്യമായ രൂപരേഖ അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. ട്രംപിനോട് അടുത്ത് നിൽക്കുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർക്കൊന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു ഏകദേശ ധാരണ മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. തികച്ചും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ആ ആശങ്ക ട്രംപിൻ്റെ മുഖത്തുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, പുതിൻ വെടിനിർത്തൽ കരാറിന് ഒരു പക്ഷേ ഒരുങ്ങിയേക്കില്ല. അങ്ങനെയെങ്കിൽ കടുത്ത നടപടികളിലേക്ക് അമേരിക്ക കടക്കും. യുക്രൈന് വേണ്ട വ്യോമ പ്രതിരോധം ഞങ്ങൾ നൽകും. വ്യോമസേനയെ നേരിട്ടയക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അവരുടെ ബൂട്ടുകളിൽ നിലത്തിറങ്ങുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ ട്രംപ് ഉത്തരം പറഞ്ഞിട്ടില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ മണ്ണിൽ അവരുണ്ടാകണമെന്നാണ് സെലൻസ്കി പറഞ്ഞത്. അത് നേരിട്ടുള്ള യുദ്ധമായി. അത് നാറ്റോ സഖ്യരാജ്യമല്ല എങ്കിലും യുക്രൈന് നേരിട്ട് സൈനിക സഹായം നൽകുന്നത് കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തും. റഷ്യ യൂറോപ്പിന് നേർക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ അത് ഇടവരുത്തും. അങ്ങനെ ഒരു ആത്യന്തിക യുദ്ധത്തിൽ ആർക്കാകും നേട്ടമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം റഷ്യ ഒരു ആണവായുധ രാജ്യമാണ്. അത് അപകട സാധ്യതകളേറെ ഉള്ളതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെയാണ് US തുടക്കം മുതൽ നീങ്ങുന്നത്. പിന്നീട് ട്രംപ് ഇതുവരെ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ആ സ്വപ്ന കൂടാരങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് തകർന്നടി. അതുകൊണ്ട് ട്രംപ് വളരെ സൂക്ഷ്മതയോടെയാണ് ഈ ഘട്ടത്തിൽ നീങ്ങുന്നത്. അതെ, ഒരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ട്രംപിന് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു ലക്ഷ്യം, സമാധാനം വേണമെന്നുള്ള ലക്ഷ്യം. മറ്റൊന്നൊരു പുതിൻ ഒരു തരത്തിലും അതുമായി യോജിച്ചു പോകില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ അത്തരത്തിൽ വരുമ്പോൾ ഒരുപക്ഷെ യുക്രൈനെ സഹായിക്കേണ്ടുന്ന ഒരു ബാധ്യസ്ഥത അമേരിക്കയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമേരിക്ക യുക്രൈനെ പൂർണ്ണമായും ഒരു കവചമായിട്ട് നിന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു വലിയൊരു യുദ്ധങ്ങളിലേക്ക് തന്നെ പോകില്ലേ? അല്ല, ഒരു ചർച്ച മേശയിലേക്ക് ക്ഷമയുടെ അങ്ങേയറ്റം കഴിഞ്ഞു. അത് അറ്റകൈ ഒരു ചർച്ചാ മേശയിലേക്ക് പുതിൻ പോകില്ല എന്ന് നമുക്ക് ഇപ്പോഴും പറയാൻ കഴിയില്ല. കാരണം ബുഡാപെസ്റ്റ് വേണോ, സ്വിറ്റ്സർലൻഡിൽ വേണോ, എവിടെ ചർച്ച നടത്തണം? സെലൻസ്കിയും പുതിനും തമ്മിൽ ഉള്ള ചർച്ച, പിന്നീട് ത്രികക്ഷി ചർച്ച എവിടെ വേണം? ഇത്തരം കാര്യങ്ങളിലാണ് ഇപ്പോൾ അമേരിക്കയിൽ ഉയരുന്ന മുഖ്യ ചർച്ച. ഇതിനോട് മോസ്കോ പ്രതികരിക്കുന്നില്ല. പക്ഷേ 125 രാജ്യങ്ങൾ നേരത്തെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച പുതിൻ ഏത് രാജ്യത്തേക്ക് കടന്നു എന്നാൽ അവർക്ക് പുതിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. യുക്രൈനിൽ നിന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന മാരകമായ ഒരു ആരോപണമാണ് പുതിന് മേൽ ചുമത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ ലോകത്തെ ഏത് രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്നാലും പുതിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം പോലും ഉണ്ട്. പക്ഷേ ഒരു സമാധാന ചർച്ചയ്ക്ക് ഞങ്ങളുടെ മണ്ണിലെത്തിയാൽ ഞങ്ങൾ യാതൊരുവിധ അറസ്റ്റ് എന്ന് മാത്രമല്ല പൂർണ്ണ സുരക്ഷ നൽകുമെന്ന് പല രാജ്യങ്ങളും ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞു. സ്വിറ്റ്സർലൻഡൊക്കെ പരസ്യമായ നിലപാടെടുത്ത്, ഹംഗറി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് മോസ്കോ ഇതുവരെ ഈ കാര്യത്തിൽ പ്രതികരിക്കാതെ നിൽക്കുന്നത് കൊണ്ട് നമുക്കറിയില്ല അതിൻ്റെ ഫൈനൽ ടേൺ ഔട്ട് എന്തായിരിക്കുമെന്ന്. അതോ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ ഒരു അറ്റാക്ക് ഉണ്ടല്ലോ, ഓപ്പറേഷൻ സിന്ദൂർ, അത്തരത്തിൽ ഒന്ന് ട്രംപ് പ്രയോഗിക്കാൻ സാധ്യതയുണ്ടോ റഷ്യയ്ക്ക് മേൽ? അല്ല, റഷ്യയ്ക്ക് മേൽ കാരണം വേണ്ടുന്ന രീതിയിൽ ഒറ്റ ഒരു 2-3 ഡേയ്സ് കൊണ്ട് കൊടുക്കത്തക്ക രീതിയിൽ പാഠം പഠിപ്പിച്ചുകൊണ്ട് പുതിനെ മുട്ടുമടക്കുന്ന അത് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിലായിരുന്നു അറ്റാക്ക്. ഇല്ല, അത്തരം ഒരു ആക്രമണത്തിനുള്ള ഒരു ശക്തി അമേരിക്കയ്ക്ക് പോലും ഇപ്പോഴുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കുക വയ്യ. കാരണം പുതിൻ അത്ര നിസ്സാരക്കാരനൊന്നുമല്ല. റഷ്യ പഴയ ലോകശക്തിയാണ്. ഇപ്പോഴും വലിയ ആണവ പോർമുനകൾ കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഒരു സർജിക്കൽ സ്ട്രൈക്കിലൂടെ റഷ്യയുടെ നടുവൊടിക്കുകയൊന്നും സാഹചര്യത്തിൽ എളുപ്പമല്ല. ഏതായാലും ട്രംപ് പുതിൻ ഒരു സമാധാന കരാർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെടുത്താണ് വീണ്ടും ഒരു ശത്രുതയുടെ പാതയിലേക്ക് നീക്കുന്നത്. വെള്ളക്കൊടി പാറിക്കും എന്നുള്ളിടത്ത് വീണ്ടും കറുത്ത കൊടിയാണോ റെഡ് കൊടിയാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ചർച്ചകൾ വീണ്ടും തുടങ്ങട്ടെ, അതിനൊരു സമാധാനം നിലനിൽക്കട്ടെ ലോകത്തിനും, അല്ലേ? തീർച്ചയായിട്ടും. നന്ദി, നമസ്കാരം.